Hello, hi, welcome to Sai have another എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി നൽകുന്നത് ISRO. സോ ഒരുപാട് പേരുടെ ലക്ഷ്യമായിരിക്കും സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ ഒരു പാർട്ടായിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ പ്രോജക്റ്റ് ചെയ്താൽ കൊള്ളാം എന്നൊക്കെ ഒരുപാട് പേരുടെ ആഗ്രഹമായിരിക്കും. സോ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ISRO അല്ലെങ്കിൽ ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് നൽകുന്ന, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതൊരു എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ പ്രോജക്റ്റ് ട്രെയിനിങ് സ്കീമായിട്ടാണ് ഇപ്രാവശ്യം അവർ കണ്ടക്ട് ചെയ്യുന്നത്. ഇതും നമ്മുടെ സി വിയിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയിലോട്ട് നിങ്ങൾ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ സി വിയിൽ മികച്ച ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത്. ബിക്കോസ് നമ്മുടെ സി വി ഒക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എത്രമാത്രം റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഇനിയും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക. ബിക്കോസ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പേരുടെ ഒരു ഡ്രീം തന്നെയാണ് ISROയിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ കൂടെ ഒരു ഭാഗമായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡ്രീമാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതും എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൂടുതലായിട്ട് പറയുന്നത് PG UG അല്ലെങ്കിൽ PhD സ്റ്റുഡൻസും പഠിച്ചുകൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാവുന്നത്. ഈവൻ ഇന്ത്യയിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ശരി, അബ്രോഡ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ഈക്വലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻറ്റേൺഷിപ്പ് സ്കീമാണ്. അത് നിങ്ങൾക്ക് ഡെസർട്ടേഷനായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ഷോർട്ട് ടേം ഇൻറ്റേൺഷിപ്പായിട്ട് എടുക്കാവുന്നതുമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ ഈ ഫേംസിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, ഈ സയൻസ് സ്ട്രീമിൽ പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് അവർക്ക് ഈ ഇൻഫർമേഷൻസ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നമ്മുടെ സമ്മർ വെക്കേഷനൊക്കെ വരാൻ പോകുന്ന ഒരുപാട് പേര് ഇതുപോലുള്ള ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് നഷ്ടപ്പെടാറുണ്ട്. സോ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് മിസ് ചെയ്യാതിരിക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നോക്കാം. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. സോ ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ സമ്മർ സ്റ്റുഡൻറ്റ് പ്രോജക്റ്റ് ട്രെയിനിങ് സ്കീമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. എലിജിബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഷാൽ ബി എക്സ്റ്റെൻഡഡ് ഫോർ UG PG PhD സ്റ്റുഡൻസ് ഓഫ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ മാത്രം. പിന്നെ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അബ്രോഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി ഇൻ ദ ഫീൽഡ് ഓഫ് ഡിസിപ്ലിൻ സയൻസ് ആൻഡ് ടെക്നോളജി ആണെങ്കിൽ അത്രയും നല്ലത്. ഇഫ് നിങ്ങൾ കോഴ്സ് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്, വിത്തിൻ 6 മന്ത് ആണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി കൂടെയാണ്. കാരണം കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും കോഴ്സ് കംപ്ലീറ്റ് ആയ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷേ റീസെൻ്റായിട്ട് വന്ന ചില IIT ഇൻറ്റേൺഷിപ്സൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അത് 6 മന്ത് വിത്തിൻ 8 മന്ത്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിരുന്നു. സോ ഇൻറ്റേൺഷിപ്പ് എന്ന് കേൾക്കുന്ന സമയത്ത് പഠിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല, പഠിച്ച് കഴിഞ്ഞ ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. സോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് റീസെൻ്റായിട്ട് പാസ് ഔട്ട് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഗ്രാജുവേറ്റ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പോലും എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ദെൻ ദ ഡ്യൂറേഷൻ ഓഫ് ദ ഇൻറ്റേൺഷിപ്പ് വർക്ക് വിൽ ബി മാക്സിമം പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് 45 days ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെ സ്റ്റുഡൻസ് നിങ്ങളെ പ്രീവിയസ് സെമിസ്റ്റർ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് 60% ഓഫ് CGPA വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ അപ്പോൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും കാര്യങ്ങളൊക്കെയാണ് അവർ തരാൻ നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ എലിജിബിലിറ്റി കണ്ടീഷൻ ഫോർ ഡ്യൂറേഷൻ പറയുന്നതിൽ ഏതൊക്കെ മേഖലകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഞ്ചിനീയറിംഗ് BE BTech ME MTech BSc ഡിപ്ലോമ കഴിഞ്ഞ സ്റ്റുഡൻസ്, ദെൻ MSc PhD സ്റ്റുഡൻസ്. എസ്പെഷ്യലി സ്കോളേഴ്സ് കംപ്ലീറ്റ് ദെയർ കോഴ്സ് വർക്ക് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് തീസിസ് മീൻസ് അവരുടെ വർക്ക് കഴിഞ്ഞ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവരുടെ ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സൈഡിൽ, നമുക്ക് നോക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഒരു ടെക് സ്റ്റുഡൻറ്റ്, അതായത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ മിനിമം കംപ്ലീറ്റ് 6th സെമിസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരായിരിക്കണം. ME MTech ആണെങ്കിൽ ഫസ്റ്റ് സെമിസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരായിരിക്കണം. BSc ഡിപ്ലോമ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓൺലി ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. MSc ആണെങ്കിൽ സ്റ്റുഡൻസ് ജസ്റ്റ് കംപ്ലീറ്റഡ് ദെയർ ഫസ്റ്റ് സെമിസ്റ്റർ ആണെന്ന് പറയുന്നുണ്ട്. സോ ഡ്യൂറേഷൻ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഷോർട്ട് ടേം ലോങ് ടേം ആയിട്ടുള്ള പ്രോജക്റ്റായിട്ട് എടുക്കാൻ താല്പര്യമുള്ളതാണ് ഡെഫിനറ്റായിട്ട് അപ്ലൈ ചെയ്യുക. സോ നിങ്ങളുടെ CGPA മാത്രമാണ് അവർ ഒന്ന് ഡിമാൻഡ് പറയുന്നത്. അതുപോലെ അവർ പറയുന്നുണ്ട്, നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അവർ അലോട്ട് ചെയ്യുന്ന ബേസ്ഡ് ഓൺ നിങ്ങൾ ഏത് ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ആണോ അതിനനുസരിച്ചിട്ടുള്ള ഫോമും കാര്യങ്ങളും ഓൺലൈൻ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എക്സ്പെർട്ടീസിൻ്റെ അണ്ടറിൽ നമ്മൾ വർക്ക് ചെയ്യുമായിരിക്കും. സോ ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം അവർ തരുന്ന യൂണിറ്റിൽ തരുന്നതായിരിക്കും. സോ നമ്മൾ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുമായിരിക്കും. അതുപോലെ തന്നെ അവർ സോർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് സ്റ്റുഡൻസിനെ സ്ക്രൂട്ടനൈസ് ചെയ്യും. നമ്മൾ നോംസ് അവർ ഓൾറെഡി പറഞ്ഞല്ലോ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതിനനുസരിച്ചിട്ടായിരിക്കും അവർ
ചെയ്യുക. ദെൻ പ്രോജക്റ്റ് ട്രെയിനി ഇൻറ്റേൺഷിപ്പ് ഷാൽ നോട്ട് എലിജിബിൾ ഓക്കെ സ്റ്റൈപ്പൻഡ് റെമ്യൂണറേഷൻ അതുപോലെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അക്കോമഡേഷൻ അങ്ങനെയൊന്നും ഫ്രീ ആയിട്ടൊന്നും ലഭിക്കുന്നതല്ല. സ്റ്റൈപ്പൻഡ് ഇല്ല ചുരുക്കം പറയുകയാണെങ്കിൽ. അതുപോലെ അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം ഷെയറിങ്ങിൽ തരുന്നതായിരിക്കും. സോ അതിനനുസരിച്ചിട്ടുള്ള പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും, ചാർജസ് ഉണ്ടാകുന്നതായിരിക്കും. ദെൻ മെസ് ഫെസിലിറ്റീസും കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്യുന്നതായിരിക്കും. സോ ഓൺലി ബേസ്ഡ് ഓൺ ദ കംപ്ലീഷൻ ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോജക്റ്റ് ഡെസിറ്റേഷൻ വാട്ടെവർ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുക. നിങ്ങൾ പ്രോജക്റ്റാണോ ഡെസിറ്റേഷനാണോ അതിന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. ഡിഫറെൻറ്റ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെയാണ്, ഓൺലൈൻ രജിസ്ട്രേഷനാണ്. അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ളൊരു രജിസ്ട്രേഷനാണ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം, ഫ്രീ ആയിട്ടാണ്, ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ദെൻ പ്രോജക്റ്റ് ട്രെയിനി ഷാൽ ബി പെർമിറ്റഡ് ഓൺലി ടു അൺക്ലാസിഫൈഡ് ഏരിയാസ് ഓഫ് ദ ഓക്കെ അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റെസ്ട്രിക്റ്റഡ് ഏരിയ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സോ അതിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് അവിടെ ലാബിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോക്കാം. ദെൻ പേപ്പർ പബ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ISROൻ്റെ പേരിലായിരിക്കും വരിക എന്ന് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ദെൻ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സെൻറ്റേഴ്സ് യൂണിറ്റ്സും കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ്. അതിൽ ഓരോന്നൊരു ഇത് നിങ്ങൾക്ക് നോക്കാവുന്നത്, നിങ്ങൾക്ക് അടുത്തുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് എത്തിപ്പറ്റാവുന്ന അല്ലെങ്കിൽ നല്ല നിങ്ങൾക്ക് ഏതാണോ ഫീൽഡ് ഇൻട്രസ്റ്റ് അവിടെ നോക്കുക. എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. ബാംഗ്ലൂർ, അഹമ്മദാബാദ്, ഷില്ലോങ്, ഹസൻ, ട്രിവാൻഡ്രം, അതുപോലെ തന്നെ ഡെറാഡൂൺ, അതുപോലെ തന്നെ ഒരുപാട് സെൻറ്റേഴ്സിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ട്രിവാൻഡ്രം ഒരുപാട് നമുക്ക് കേട്ട് പരിചയമുള്ള സെൻറ്റർ തന്നെയാണ്. ദെൻ അതുപോലെ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾ ഏതാണോ ഫീൽഡ് നിങ്ങൾ നോക്കുന്നത്, അതായത് പ്രോജക്റ്റ് ആണോ ഇൻറ്റേൺഷിപ്പ് ആണോ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഞാൻ ഓൾറെഡി ട്രിവാൻഡ്രത്തിൻ്റെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്റ്റുഡൻറ്റ് പോർട്ടലായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രിവാൻഡ്രത്തിന് ക്ലിക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാവുന്നത് നോക്കുക. കാരണം ഫെസിലിറ്റീസും കാര്യങ്ങളും നോക്കുമ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. സോ ട്രിവാൻഡ്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ജനറൽ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളെല്ലാം കാണും. സോ അതും ജസ്റ്റ് നോക്കുക. നമ്മൾ നോക്കിയ സെയിം ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ്. അപ്ലൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഫോമാണ് ലഭിക്കുക. ഓക്കെ, സോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റേൺഷിപ്പ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ഹിയർ ടു ലോഗിൻ. ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് വായിക്കുക. അത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക ബിഫോർ 14th മാർച്ച് വിത്തിൻ മാർച്ച് മിഡ് ആകുമ്പോൾ തന്നെ എല്ലാം ക്ലോസ് ആവുന്നുണ്ട് ഈ ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ. ഓൾറെഡി ഫെബ്രുവരി മിഡിൽ തുടങ്ങിയിട്ടുണ്ട്. ISROൻ്റെ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാംസ് എല്ലാം ഓൾ ഓവർ ഇന്ത്യ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാംഗ്ലൂരും ഉണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ. എസ്പെഷ്യലി ഏരിയ നിങ്ങൾ നോക്കുക, കംഫർട്ടബിളായിട്ട് വർക്കും അതുപോലെ നിങ്ങളുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രോജക്റ്റ് വർക്കിന് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷനാണ് രണ്ടും. ജസ്റ്റ് ഒരു ലിങ്ക് പോർട്ടലായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇതുപോലുള്ള സ്പേസ് സെൻറ്റേഴ്സിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അറിയാവുന്ന സ്റ്റുഡൻസോ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് അവർക്ക് പോലും, അതായത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ പോലും അവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻഫർമേഷൻ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇതൊക്കെയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇൻഫർമേഷൻസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.